നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പശ്ചിമ ബംഗാളിലെ അവസാനഘട്ട വോട്ടെടുപ്പ് ഇന്നാണ്. അത് കഴിയുന്നതോടുകൂടി രാത്രിയോടെ കേരളം ഉൾപ്പെടെ 5 ഇടങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്ന് പുറത്തുവരും. ആ ഫലങ്ങൾ ആർക്കൊക്കെ ആശ്വാസമാകുമെന്ന് കണ്ടറിയാം. എന്തായാലും അതിനേക്കാളൊക്കെ ആവേശം എക്സാക്ട് പോൾ ഫലങ്ങൾ അറിയാനാണ്. അതിനി 5 നാൾ കൂടി കാത്തിരുന്നാൽ മതി. എന്തായാലും ഈ ഒരു ആവേശത്തെയൊക്കെ കെടുത്തുന്നത് കൊടും ചൂട് തന്നെയാണ്. അതിനും ആശ്വാസത്തിന് വകയുണ്ട്. കാരണം ഇന്നു മുതൽ വേനൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. അപ്പോൾ ഇന്നത്തെ വാർത്തകൾ നമുക്ക് വിശദമായി നോക്കാം. പ്രധാന വാർത്തകളിലേക്ക് പോയ ശേഷം പശ്ചിമ ബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പ് തുടങ്ങി. കനത്ത സുരക്ഷ. വോട്ടെടുപ്പ് 142 മണ്ഡലങ്ങളിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി 5 ദിവസം. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. കേരളം ഉൾപ്പെടെ 5 ഇടങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്ന്. കനത്ത ചൂടിന് ആശ്വാസമായി വേനൽ മഴ എത്തുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യത. കണ്ണൂരും കാസർഗോഡും നാളെ യെല്ലോ അലർട്ട്. മിൽമ ഡയറക്ടർ ബോർഡ് യോഗം ഇന്ന്. പാൽവില 4 രൂപ വരെ കൂട്ടുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. വില കൂട്ടുന്നത് 3 വർഷത്തിന് ശേഷം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടെ അടിയന്തര യോഗം ചേർന്ന GCC രാജ്യങ്ങൾ. ഹോർമൂസിൽ ഫീസ് ഈടാക്കുന്നത് അവസാനിപ്പിക്കണമെന്ന ആവശ്യം. സുരക്ഷാ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച പാടില്ല എന്ന UAE. ബ്രിട്ടനും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര സഹകരണം ഏത് പ്രതിസന്ധിക്കിടയിലും തുടരണമെന്ന് US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത ചാൾസ് രാജകുമാരൻ. വെടിക്കെട്ട് ദുരന്തത്തിൽ തെളിവെടുപ്പിനായി ജുഡീഷ്യൽ കമ്മീഷൻ എന്ന മുണ്ടത്തിക്കോട്. പരിക്കേറ്റവരെ കാണും. ഉദ്യോഗസ്ഥരുമായും സംസാരിക്കും. സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും അന്വേഷണം. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ആദ്യപാദ സെമിയിൽ ബയൺ മ്യൂണിക്കിനെ തകർത്ത PSG. ജയം 4-നെതിരെ 5 ഗോളുകൾക്ക്. രണ്ടാം പാദ സെമിയിൽ ആഴ്സണലിന്റെ എതിരാളി അത്ലറ്റിക്കോ മാഡ്രിഡ്. IPL-ൽ പഞ്ചാബ് കിങ്സിന് സീസണിലെ ആദ്യ തോൽവി. രാജസ്ഥാന്റെ ജയം 6 വിക്കറ്റിന്. ഇന്ന് മുംബൈ ഹൈദരാബാദ് പോരാട്ടം. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. വിധി എഴുതുന്നത് 7 ജില്ലകളിലെ 142 മണ്ഡലങ്ങളാണ്. മുഖ്യമന്ത്രി മമതാ ബാനർജിയും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയും ഉൾപ്പെടെ 1448 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നുണ്ട്. വോട്ടെടുപ്പിനോടനുബന്ധിച്ച് ബംഗാളിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. എന്തായാലും അവസാനഘട്ട വോട്ടെടുപ്പാണ് പശ്ചിമ ബംഗാളിൽ. നമുക്കറിയാം സുവേന്ദു അധികാരിയും ഏറ്റുമുട്ടുന്ന ഭവാനിപ്പൂരിൽ ഉൾപ്പെടെ കനത്ത വോട്ടെടുപ്പ് നടക്കുന്ന അല്ലെങ്കിൽ കനത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. നമുക്കറിയാം ഒരു സംഘർഷ സാഹചര്യം ഉള്ളതിനാൽ കനത്ത സുരക്ഷ എല്ലായിടത്തും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. തുടക്കത്തിലെ കാണുന്നൊരു എങ്ങനെയാണ് ആളുകളുടെ ഒരു തിരക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ പോളിംഗ് സ്റ്റേഷനുകളിൽ? ശ്രീജ, ഗുഡ് മോർണിംഗ്. പശ്ചിമ ബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. 6 മണിയോടുകൂടി തന്നെ നടപടികൾ ആരംഭിച്ചിരുന്നു. മോക്ക് പോളിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിച്ചു. കൃത്യം 7 മണിക്കിപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. പോളിംഗ് ബൂത്തുകളിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങുന്നു. അതായത് 1-ാം ഘട്ടത്തിന് സമാനമായി ഉയർന്ന പോളിംഗ് 2-ാം ഘട്ടത്തിലും അവസാന ഘട്ടത്തിലും രേഖപ്പെടുത്തുമെന്നുള്ളത് തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും വിലയിരുത്തൽ. കാരണം അത്രയധികം വാശിയേറിയ പോരാട്ടമാണ് ബംഗാളിന്റെ മണ്ണിൽ ഇത്തവണ നടന്നിട്ടുള്ളത്. ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി തൃണമൂൽ കോൺഗ്രസും ബംഗാൾ പിടിച്ചെടുക്കുന്നതിനു വേണ്ടി BJPയും അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഒടുവിലത്തെ വോട്ടറെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നു. ഒപ്പം പോളിംഗ് ശതമാനം ഉയർത്തുന്നതിനുള്ള കാര്യപരിപാടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ശ്രീജ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു പ്രശ്നം അക്രമ സംഭവങ്ങളാണ്. 1-ാം ഘട്ട വോട്ടെടുപ്പിനിടയിലും മുർഷിദാബാദ് ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും സംഘർഷം റിപ്പോർട്ട് ചെയ്തിരുന്നു. 2-ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നതിൽ സംഘർഷ സാധ്യതയുള്ള മേഖല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും പ്രധാനം നോർത്ത് 24 പർഗാനസ് ജില്ലയാണ്. ഇവിടങ്ങളിൽ കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലും ഒപ്പം പൊതുയിടങ്ങളിലും അതിർത്തി മേഖലകളിലുമെല്ലാം തന്നെ കേന്ദ്രസേനയും ഒപ്പം സംസ്ഥാന പോലീസിനെയും വിന്യസിച്ചുകൊണ്ട് കനത്ത സുരക്ഷാ വലയത്തിലാണ് പശ്ചിമ ബംഗാളിൽ 2-ാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. 7 ജില്ലകൾ കൊൽക്കത്ത, ഹൗറ, ഹൂഗ്ലി, നോർത്ത് സൗത്ത് 24 പർഗാനസ് ഉൾപ്പെടെ 7 ജില്ലകളിലെ
142 മണ്ഡലങ്ങളാണ് ഇന്ന് ജനവിധി രേഖപ്പെടുത്തുന്നത്. അതിൽ സുവേന്ദു അധികാരിയും മുഖ്യമന്ത്രി മമതാ ബാനർജിയും നേർക്കുനേർ മത്സരിക്കുന്ന ഭവാനിപ്പൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങളിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ കോട്ടകൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കഴിഞ്ഞ 3 തവണയായി തൃണമൂൽ കോൺഗ്രസിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഏറ്റവും കൂടുതലുള്ള മേഖലയാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന വടക്കൻ ബംഗാൾ മേഖല കഴിഞ്ഞ തവണ BJPക്ക് കൂടുതൽ മണ്ഡലങ്ങൾ നൽകിയിട്ടുള്ള പ്രദേശമാണ്. അതിർത്തി പ്രദേശങ്ങൾ അതിൽ കഴിഞ്ഞ തവണ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ BJPക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് രണ്ടാം ഘട്ടത്തിലെ തൃണമൂൽ കോട്ടകൾ പൊളിക്കാൻ സാധിച്ചാൽ മാത്രമേ BJPക്ക് ബംഗാളിൽ ഒരു സാധ്യതയുള്ളൂ. അതെല്ലാം ഈ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷവും കഴിഞ്ഞ തവണകളിന് സമാനമായി തൃണമൂൽ കോൺഗ്രസ് കൈയടക്കി വെക്കുകയാണെങ്കിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന മണ്ഡലങ്ങളിലെ സീറ്റുകളിൽ ചെറിയ കുറവ് വന്നാൽ പോലും ഭരണ തുടർച്ച തൃണമൂൽ കോൺഗ്രസിനുണ്ടാകാനുള്ള സാധ്യതയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും ശക്തമായ പോരാട്ടമാണ് ബംഗാളിൽ നടന്നിട്ടുള്ളത്. 2011 മുതൽ അവിടെ അധികാരത്തിലുള്ള തൃണമൂൽ കോൺഗ്രസും ഒപ്പം നിലവിലെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള BJPയും തമ്മിൽ കടുത്ത പോരാട്ടം നടന്നു. ബംഗാളിലൊരു രാഷ്ട്രീയ ചിത്രം നമുക്കറിയാം. വർഷങ്ങളോളം ഇടതു ഭരണം നടന്ന സംസ്ഥാനം 2011 തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയിലൂടെ തൃണമൂൽ കോൺഗ്രസിന്റെ കൈകളിലേക്ക് എത്തുന്നത്. അന്ന് 2011 തൃണമൂൽ കോൺഗ്രസ് ബംഗാളിന്റെ ഭരണം പിടിച്ചെടുക്കുമ്പോഴും അവിടെ മുഖ്യ പ്രതിപക്ഷമായി മാറിയത് CPMഉം ഒപ്പം കോൺഗ്രസുമായിരുന്നു. 40-നടുത്ത് സീറ്റ് കോൺഗ്രസിനും CPMനും ഉണ്ടായിരുന്നു. 180-ൽ കൂടുതൽ സീറ്റുകളായിരുന്നു തൃണമൂൽ കോൺഗ്രസിന് ലഭിച്ചത്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷം ഉയർത്തുകയല്ലാതെ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്ന ഒരു അവസ്ഥ തൃണമൂൽ കോൺഗ്രസിനും മമതാ ബാനർജിക്കും ഉണ്ടായിട്ടില്ല. ഭൂരിപക്ഷം 200-ന് മുകളിലേക്ക് 294 അംഗ നിയമസഭയിൽ ഭൂരിപക്ഷം 200-ന് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടായിരുന്നു തൃണമൂലിന്റെ യാത്ര. പക്ഷേ അവിടെ സംഭവിച്ചത് പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസും CPMഉം തകർന്നടിയുകയും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 4 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന BJP 2021 നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും 77 സീറ്റുകൾ നേടിക്കൊണ്ട് മുഖ്യ പ്രതിപക്ഷമായി മാറി. 2026 നിലവിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രതിപക്ഷമായ BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള കനത്ത പോരാട്ടമാണ്, വാശിയേറിയ പ്രചാരണമാണ് നടന്നിട്ടുള്ളത്. ചൂടേറിയ വാദപ്രതിവാദങ്ങൾ, അത് SIR മുതൽ വനിതാ സംവരണവും അനധികൃത കുടിയേറ്റവും അടിസ്ഥാന സൗകര്യ വികസനവും ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ വാശിയേറിയ പ്രചാരണം, ചൂടേറിയ വാദപ്രതിവാദങ്ങൾ തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നാം ഘട്ടത്തിന് സമാനമായി രണ്ടാം ഘട്ടത്തിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തും. റെക്കോർഡ് പോളിംഗ് ആണ് ഒന്നാം ഘട്ടത്തിൽ എന്തായാലും ബംഗാളിലെ അവസാനഘട്ട വോട്ടെടുപ്പ് ഇന്ന് കഴിയുകയാണ്. അതോടുകൂടി ഈ കേരളം ഉൾപ്പെടെയുള്ള 5 എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്ന് വൈകിട്ടോടുകൂടി പുറത്തുവരും. ആ ഒരു ആകാംക്ഷയിൽ തന്നെയല്ലേ എല്ലാ പാർട്ടികളും? ശ്രീജ, തീർച്ചയായും എക്സിറ്റ് പോളുകളിലേക്കാണ് ഇനി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കണ്ണുകൾ. ബംഗാളിൽ വോട്ടെടുപ്പ് അവസാനിച്ചാൽ ഉടൻ തന്നെ 6 മണിയോടുകൂടി വോട്ടെടുപ്പിന്റെ നടപടിക്രമങ്ങൾ അവസാനിക്കും. അതിന്റെ മുഴുവൻ നടപടിക്രമങ്ങളും അവസാനിച്ച ശേഷമേ എക്സിറ്റ് പോളുകൾ പുറത്തു വരാവൂ എന്ന കർശനമായ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് 6:30 മുതൽ 6:30-7 മണിക്കുള്ളിൽ തന്നെ വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പുറത്തു വരും. അതായത് ഓരോ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ, ഈ 5 സംസ്ഥാനങ്ങളിലാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. കേരളവും തമിഴ്നാടും പുതുച്ചേരിയും അസ്സാമും ബംഗാളുമാണ് ഇത്തവണ ഈ ഒരു സമയത്ത് ഒരുമിച്ച് ജനവിധി രേഖപ്പെടുത്തിയത്. ഈ 5 ഇടങ്ങളിലും ജനങ്ങൾ എങ്ങനെ ചിന്തിച്ചു എന്നത് സംബന്ധിച്ചൊരു ഫലമായിരിക്കും എക്സിറ്റ് പോളുകളിലൂടെ പുറത്തു വരിക. കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ എക്സിറ്റ് പോളുകൾക്ക് സമാനമായി BJP അധികാരത്തിൽ വന്നിരുന്നു. പക്ഷേ ഹരിയാന തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾ യാതൊരു തരത്തിലും യഥാർത്ഥ ഫലത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് എക്സിറ്റ് പോളുകൾ യഥാർത്ഥ ഫലമാണ് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും ഒരു ട്രെൻഡ് എന്തായിരിക്കും എന്ന് വളരെ കൃത്യമായി എക്സിറ്റ് പോളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 2 തവണ 10 വർഷമായി CPM ഭരിക്കുന്ന സംസ്ഥാനത്ത് ഒരു ഭരണ തുടർച്ചയുണ്ടാകുമോ, അതല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുമോ എന്നുള്ള വലിയ ആകാംക്ഷയുണ്ട്. ഒപ്പം അസമിൽ BJPയുടെ ശക്തമായ തേരോട്ടമാണ് നടന്നത് എന്ന പ്രതികരണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നടത്തിയിരുന്നു. അതുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ജനങ്ങൾ എങ്ങനെ ചിന്തിച്ചു എന്നത് സംബന്ധിച്ചൊരു എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഇന്ന് ബംഗാളിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായാലുടൻ തന്നെ പുറത്തുവരും. തീർച്ചയായും ജിഷ്ണു, എന്തായാലും ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ ബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വോട്ടെടുപ്പ് തീരുന്നതോടുകൂടി എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പുറത്തു വരും. ആർക്കായിരിക്കും അതിൽ ഒരു മേൽക്കൈ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ. നമ്മൾ കേരളത്തിലേക്ക് വരികയാണ്.
സ്വാഭാവികമായും സംസ്ഥാനത്ത് ചുട്ടുപൊള്ളുന്ന അത്യുഷ്ണമാണ്. പക്ഷേ ആശ്വാസത്തിന് വകയുണ്ട്. ഇന്ന് വേനൽ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടി അതിശക്തമായ മഴയുണ്ടാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കണ്ണൂരും കാസർഗോഡും നാളെ യെല്ലോ അലേർട്ടാണ്. അതേസമയം സംസ്ഥാനത്ത് റെക്കോർഡ് വൈദ്യുതി ഉപഭോഗവും ലോഡ് ഷെഡിങ്ങും തുടരുക തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ അൻഫിൽ ഡിസൂസ ചേരുന്നുണ്ട്. അൻഫിൽറ്റ്, ഗുഡ് മോർണിംഗ്. നല്ല ചൂടാണ്, സ്വാഭാവികമായി നമുക്ക് ആ കാര്യം പറയേണ്ടതില്ല. ഒരു ആശ്വാസമാകുന്നു എന്നുള്ളൊരു വാർത്തയുമായിട്ടാണ് അൻഫിൽറ്റ് രാവിലെ തന്നെ എത്തിയിരിക്കുന്നത്. വേനൽ മഴ വരുന്നു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്ന കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഗുഡ് മോർണിംഗ്. വലിയൊരു ആശ്വാസം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും. കാരണം അത്യുഷ്ണം അത്രയേറെ ചുട്ടുപൊള്ളുന്ന അത്യുഷ്ണത്തിൻ്റെയും സൂര്യാതപം, സൂര്യാഘാതം, അതോടൊപ്പം തന്നെ കൊടും വെയിലും ഒക്കെ വരുമ്പോൾ വീട്ടിനുള്ളിൽ പാമ്പുകൾ കയറി വരുന്നു, വിഷപ്പാമ്പുകളുടെ കടിയേറ്റം, മരണം, ഇതൊക്കെ തന്നെ കഴിഞ്ഞ കുറേ ദിവസമായി കഴിഞ്ഞ് നമ്മൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വാർത്തകൾക്കിടയിലാണ് അപ്പോഴൊക്കെ തന്നെ നമ്മൾ വേനൽ മഴ എന്നെത്തും ആശ്വാസമായി എന്നൊരു ചോദ്യമായിരുന്നു എല്ലായിടങ്ങളിൽ നിന്നും ഉയർന്നിരുന്നത്. അപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് ഏറ്റവും ഒടുവിലത്തെ ബുള്ളറ്റിനിലാണ് വേനൽ മഴ സംസ്ഥാനത്ത് ആശ്വാസമായി ഇന്ന് പരക്കെ വേനൽ മഴ ഉണ്ടാകുന്നു. ഇന്നലെ തന്നെ വേനൽ മഴ ചില ജില്ലകളിലൊക്കെ അങ്ങിങ്ങായി ഒറ്റപ്പെട്ട രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ പലയിടത്തും ആ വേനൽ മഴ വരുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം വേനൽ മഴയുടെ ഭാഗമായി തന്നെ ഇടിമിന്നലോടുകൂടിയാണ് എപ്പോഴും വേനൽ മഴ ഉണ്ടാകാറുള്ളത്. ശക്തമായ കാറ്റുമുണ്ട്. ഇന്നലെ പോലും നമുക്ക് ആ ഇടിമിന്നൽ വേനൽ മഴയുടെ ഒരു ആരംഭം കുറിച്ചപ്പോൾ തന്നെ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. മിന്നലേറ്റൊരു യുവാവ് മരിക്കുന്നത് കണ്ടു. ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നിടെ 2 കുട്ടികൾക്ക് മിന്നലേൽക്കുന്നത് വാർത്തകളൊക്കെ നമുക്ക് കണ്ടു. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഫലമായി ഉണ്ടാകുന്നതാണ്. പക്ഷേ നമുക്ക് പൊതുവെ പറയുകയാണെങ്കിൽ ഈ വേനൽ മഴ വൈകുന്നതും വേനൽ മഴയുടെ ലഭ്യത കുറവുണ്ടാകുന്നതും ഒക്കെ തന്നെ വിവിധ രീതിയിലാണ് നമ്മളെ ബാധിച്ചിരുന്നത്. ഈ വൈദ്യുതിയുടെ ക്ഷാമമൊക്കെ ഡാമുകളിലൊക്കെ തന്നെ വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു, ജലലഭ്യത കുറവുണ്ടായിരുന്നത് മൂലം വൈദ്യുതിയുടെ ആവശ്യം കൂടുന്നു കൊടുംവേനലിൽ. അങ്ങനെ വൈദ്യുതി ക്ഷാമവും പ്രതിസന്ധിയും ലോഡ് ഷെഡിങ്ങും ഈ വാർത്തകൾക്കിടയിലാണ് ഇപ്പോൾ എല്ലാത്തിനും പരിഹാരമാകുമോ എന്ന രീതിയിൽ ഇപ്പോൾ വേനൽ മഴ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇന്ന് സംസ്ഥാനത്ത് എല്ലായിടത്തും അങ്ങിങ്ങായി പരക്കെ വേനൽ മഴ, ഉച്ച കഴിഞ്ഞാണ് വേനൽ മഴ ശക്തി പ്രാപിക്കുമെന്നൊക്കെ പറയുന്നു. ഇടിമിന്നലോടുകൂടി ആ ശക്തമായ കാറ്റ്, അതായത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തി പ്രാപിക്കുന്ന കാറ്റ്. അപ്പോൾ കാറ്റിൻ്റെയും ഇടിമിന്നലിൻ്റെയൊക്കെ മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഇന്ന് ഉച്ച കഴിഞ്ഞ് പരക്കെ സംസ്ഥാനത്ത് പ്രത്യേക ജില്ലകൾ പറയുന്നില്ല, എല്ലാ ജില്ലകളിലും ഇന്ന് പൊതുവെ ഗ്രീൻ അലർട്ടാണ് കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നതെങ്കിലും നാളെ മുതലാണ് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടുകളൊക്കെ പറയുന്നത്. നാളെ യെല്ലോ അലർട്ട് കണ്ണൂരും കാസർഗോഡും യെല്ലോ അലർട്ട് പറയുന്നു. മറ്റന്നാൾ ഇടുക്കിയും വയനാടും പത്തനംതിട്ട ഈ 3 ജില്ലകളിലാണ് മറ്റന്നാൾ വെള്ളിയാഴ്ച യെല്ലോ അലർട്ട്. അത് കഴിഞ്ഞ് ശനിയാഴ്ച യെല്ലോ അലർട്ട് കോട്ടയം, എറണാകുളം, ആലപ്പുഴ ഈ 3 ജില്ലകളിൽ ശനിയാഴ്ച യെല്ലോ അലർട്ട് പറയുന്നുണ്ട്. അങ്ങനെ വിവിധ ജില്ലകളിൽ അലർട്ടുകളും മുന്നറിയിപ്പുകളൊക്കെ ഉള്ള വാർത്താ ബുള്ളറ്റിനാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ. അപ്പോൾ ഈ വരുന്ന മണിക്കൂറുകളൊക്കെ തന്നെയും സംസ്ഥാനത്ത് കരുതിയിരിക്കുക. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് തന്നെയാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ ഈ വേനൽ മഴ വരുന്നതോടുകൂടി സംസ്ഥാനത്ത് പല രീതിയിലാണ് നമുക്ക് ആശ്വാസം. ഈ താപ മുന്നറിയിപ്പ് പിൻവലിച്ചു നമുക്ക് പറയാനാവുകയില്ല. കാരണം വേനൽ മഴ ഇന്നലെ ഒരു ആശ്വാസമായി ഒറ്റപ്പെട്ട രീതിയിൽ വന്നുവെങ്കിൽ പോലും പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിലൊക്കെ താപനിലയുടെ കാരണം പാലക്കാട് ഇന്നലെ 40 നിന്ന് 39 കുറഞ്ഞുവെങ്കിൽ പോലും ഇന്ന് പൂർണ്ണമായി അവിടെ താപനിലയുടെ മുന്നറിയിപ്പ് പിൻവലിച്ചിട്ടില്ല. അത് പാലക്കാടായാലും കോഴിക്കോടായാലും ഒക്കെ തന്നെയാണ് ഇത് അവസ്ഥ. പക്ഷേ ഒരു 10 മണി 11 മണിയോടുകൂടി ആകുമ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് ഏറ്റവും ഒടുവിലത്തെ ബുള്ളറ്റിൻ വരുമ്പോൾ അപ്പോൾ ഈ ജില്ലകളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് പാലക്കാടൊക്കെ താപനില മുന്നറിയിപ്പ് എത്രത്തോളം പിൻവലിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാനാകും. കാരണം ചൂട് എന്നത് അത്യുഷ്ണത്തിന്റെ തീവ്രതയിൽ തന്നെയാണ് സംസ്ഥാനം. അതിന് പൂർണ്ണമായി മാറി. ശരി അൻഫിൽട്ട്, എന്തായാലും അൻഫിൽട്ട് സൂചിപ്പിച്ചതുപോലെ വലിയ ചൂടാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട്. അതിനൊക്കെ ഒരു ആശ്വാസം ഇന്ന് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. കാരണം വേനൽ മഴ എത്തും എന്ന ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ആശ്വാസ വാർത്ത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പങ്കുവച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ചേരുകയായിരുന്നു അൻഫിൽ ഡിസൂസ. എന്തായാലും സംസ്ഥാനത്ത് മിൽമ പാലിൻ്റെ വില കൂടും എന്നുള്ള വാർത്തകൾ വരുന്നു. ലിറ്ററിന് 4 രൂപ വർദ്ധിച്ചേക്കാനാണ് സാധ്യത പറയുന്നത്. വില വർധനവിന് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. പാൽ വില വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മിൽമ സർക്കാരിന് നൽകിയ കത്തിലാണ് അനുകൂല തീരുമാനമുണ്ടായത്. വില വർധനവിൽ മിൽമ ഡയറക്ടർ ബോർഡ് യോഗം ഇന്ന് തീരുമാനമെടുക്കും. തീരുമാനം വൈകുന്നത് കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്ന പരാതിയുമായി എറണാകുളം മേഖലാ യൂണിയൻ ഭാരവാഹികൾ പട്ടം മിൽമ ആസ്ഥാനത്ത് പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു. 3 വർഷമായി പാൽ വില വർദ്ധിപ്പിച്ചിട്ടില്ല. വെടിക്കെട്ട് ദുരന്തത്തിൽ തെളിവെടുപ്പിനായി ജസ്റ്റിസ് CN രാമചന്ദ്രൻ കമ്മീഷൻ ഇന്ന് മുണ്ടത്തിക്കോട് എത്തുകയാണ്. ചികിത്സയിൽ കഴിയുന്നവരെയും അദ്ദേഹം കാണും.
ഉദ്യോഗസ്ഥരുമായി സംസാരിക്കും. സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കും. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഹരീഷ് നാരായണൻ ചേരുകയാണ്. ഹരീഷ്, നമുക്കറിയാം ഏറെ നമ്മളെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു അപകടം തന്നെയായിരുന്നു മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം. സ്വാഭാവികമായും അതിൻ്റെ കാരണം അറിയേണ്ടതായിട്ടുണ്ട്, അതിൻ്റെ വ്യാപ്തി അറിയേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടുള്ള തെളിവെടുപ്പ് ഇന്ന് ആരംഭിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഈ മുണ്ടത്തിക്കോട് ദുരന്തവുമായി ബന്ധപ്പെട്ട പല ഊഹാപോഹങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു കാരണം കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. അത് കണ്ടെത്തുക എന്നുള്ളൊരു ലക്ഷ്യം മുന്നിട്ട് നിർത്തിയാണ് ഇപ്പോൾ ഈ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ഈ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നേരിട്ട് എത്തുന്നത്. ഇന്ന് അദ്ദേഹം തൃശ്ശൂരിലെത്തും. തുടർന്ന് കളക്ടറും ഉന്നത ഉദ്യോഗസ്ഥരുമായി നടക്കുന്ന യോഗത്തിന് ശേഷം മെഡിക്കൽ കോളേജിലെത്തി പരിക്കേറ്റവരെയും സന്ദർശിക്കും. ശേഷം മുണ്ടത്തിക്കോട് ഈ ഒരു ദുരന്ത നടന്ന സ്ഥലത്തെത്തും. ആ സ്ഥലം സന്ദർശിക്കും. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ കണ്ട് മൊഴിയെടുക്കും. ദുരന്തത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതായത് ഇത്രയും ഈ ഒരു അപകടം നടന്ന് ഇത്ര ദിവസം പിന്നിട്ടെത്തും ഇപ്പോഴും അതിന്റെ കാരണം കണ്ടെത്താൻ ഇപ്പോഴും ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഫോറൻസിക് ടീം അടക്കം ഇപ്പോഴും അവിടെ ഉണ്ട്. ഇപ്പോഴും തിരച്ചിൽ തുടരുന്നുണ്ട്. ഇനിയും എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് കണ്ടെത്താനായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ എന്താണ് ഈ ഒരു അപകട കാരണമെന്ന് ഇപ്പോഴും പൂർണ്ണമായി കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അതിൽ കൂടുതൽ അന്വേഷണം വേണം എന്നുള്ളൊരു കാര്യമാണ്. അതിനാലാണ് ഇപ്പോൾ ഈ ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രനെ നേരിട്ടുകൊണ്ടൊക്കെ എത്തി കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ പ്രത്യേകിച്ചും ഈ ഉദ്യോഗസ്ഥരും കളക്ടറുമായി തന്നെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അതിലുപരി ഈ പരിക്കേറ്റവരെ രക്ഷപ്പെട്ട ആളുകളുമായി സംസാരിക്കും. ഏതൊക്കെ സാഹചര്യത്തിലായിരുന്നു ഇവരവിടെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു അപകടം നടക്കാനുള്ള മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ അവിടെ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഒരു സമഗ്ര റിപ്പോർട്ട് അദ്ദേഹം സമർപ്പിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആദ്യം അദ്ദേഹം കളക്ടറേറ്റിലേക്കായിരിക്കും എത്തുക. അവിടെ വെച്ച് ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ആയിരിക്കും ഈ ഒരു അപകടം നടന്ന മുണ്ടത്തിക്കോട് എത്തുക. തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തത വരും. അല്ലെങ്കിൽ ഇനി തുടർ അന്വേഷണം എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള കാരണമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുന്നുണ്ട്. ഇനിയും എന്തെങ്കിലും ബാക്കി ആ ഒരു പ്രദേശത്ത് നിന്ന് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളൊരു അന്വേഷണത്തിലാണ് ഉദ്യോഗസ്ഥരും. കഴിഞ്ഞ ദിവസം DGP അടക്കം പറഞ്ഞതാണ് ഇതൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്തായാലും ഉണ്ടാകും. 18 പേരടങ്ങുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാകും. അവരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുമെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. എന്തായാലും ഒരു നാടിനെ മുഴുവൻ നടക്കിയ ആ ഒരു ദുരന്തം അതിന്റെ വ്യക്തത എന്തായാലും വരേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇനി ഉണ്ടായിരിക്കുക. തീർച്ചയായും ഹരീഷ്, വെടിക്കെട്ട് ദുരന്തത്തിൽ തെളിവെടുപ്പിനായി ജസ്റ്റിസ് CN രാമചന്ദ്രൻ കമ്മീഷൻ ഇന്ന് മുണ്ടത്തിക്കോട് എത്തുകയാണ്. വിവരങ്ങളുമായി ചേരുകയായിരുന്നു ഹരീഷ് നാരായണൻ. ഹോർമൂസിൽ നിന്ന് ഇറാൻ പണം ഈടാക്കുന്നതിനെതിരെ GCC രാജ്യങ്ങളുടെ കൂട്ടായ്മ. ഹോർമൂസ് അടച്ചതിനെ അപലപിച്ച കൂട്ടായ്മ യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന സ്ഥിതി ഹോർമൂസിൽ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടു. ഒരു അംഗത്തിനെതിരായ ആക്രമണം മേഖലയ്ക്കെതിരായ ആക്രമണമായി കണക്കാക്കും. മേഖലയ്ക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംയുക്ത പദ്ധതികൾ വേഗത്തിലാക്കുകയാണ് GCC കൂട്ടായ്മ. ബ്രിട്ടനും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര സഹകരണം ഏത് പ്രതിസന്ധികൾക്കിടയിലും തുടരണമെന്ന് ചാൾസ് രാജാവ് US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ UK അമേരിക്കയെ പിന്തുണയ്ക്കുന്നില്ല എന്ന് ഡൊണാൾഡ് ട്രംപിന്റെ വിമർശനങ്ങൾക്കിടെയാണ് ഈ പ്രസ്താവന എന്നുള്ളത് ശ്രദ്ധേയമാണ്. 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് ചാൾസ് രാജാവും രാജ്ഞി കാമിലയും അമേരിക്കയിലെത്തിയത്. Ladies and gentlemen, we meet in times of great uncertainty, in times of conflict from Europe to the Middle East, which pose immense challenges for the international community and whose impact is felt in communities the length and breadth of our own countries. We meet too in the aftermath of the incident not far from this great building that sought to harm the leadership of your nation and to foment wider fear and discord. Let me say with unshakable resolve, such acts of violence will never succeed. Whatever our differences, whatever disagreements we may have, we stand united in our commitment to uphold democracy. ഭൂമിയും വീടും ഇല്ലാത്തവർക്കായി സംസ്ഥാന സർക്കാർ ലൈഫ് പദ്ധതിയിൽ നടപ്പാക്കുന്ന ഫ്ളാറ്റുകളുടെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. ഇടുക്കി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ 2021 തുടങ്ങിയ ഫ്ളാറ്റ് നിർമ്മാണം
തറ കെട്ടിയതോടെ മുടങ്ങി. ഭൂമിയും വീടുമില്ലാത്ത 41 കുടുംബങ്ങൾക്ക് തലചായ്ക്കാൻ ഒരിടം. ഈ ലക്ഷ്യത്തോടെയാണ് 2021 കാഞ്ചിയാറിൽ ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി ഫ്ളാറ്റ് നിർമ്മാണം തുടങ്ങിയത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വിട്ടു നൽകിയ ഒരേക്കർ സ്ഥലത്തായിരുന്നു ഫ്ളാറ്റ് നിർമ്മാണം. ഫ്ളാറ്റിനായി തറ കെട്ടി. ഇതോടെ പണിയും നിലച്ചു. കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ വെള്ളം ലഭിക്കാതെ വന്നതാണ് പദ്ധതിക്ക് തിരിച്ചടിയായത്. കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇവിടെ 41 കുടുംബങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് പദ്ധതി തയ്യാറാക്കിയവർ ചിന്തിച്ചില്ല. ഈ പദ്ധതി ആവിഷ്കരണം വെച്ചപ്പോൾ തന്നെ ഇത് പാളിയെന്ന് പറയാനുള്ള കാരണം ഇത്രയും കുടുംബങ്ങൾക്ക് അവിടെ എവിടെ വെള്ളം കൊടുക്കുമെന്ന് പോലും ഒരു ബോധ്യമില്ലാതെയാണ് ആ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. 6 വർഷമായിട്ടും ആ പദ്ധതി തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങൾ പുതിയ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇതിനെക്കുറിച്ച് ചോദിക്കുകയും അതും പ്രകാരം ലൈഫ് മിഷന് 2ാം മാസത്തിൽ നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി കത്ത് കൊടുത്തതാണ്. ആ കത്തിനൊരു മറുപടി പോലും നാളെ ഇന്ന് വരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഫ്ളാറ്റിനായി കെട്ടിയ തറയിൽ കാട് വളർന്നു. ഇഴജന്തുക്കളും ധാരാളം. ഇതോടെ സമീപവാസികളുടെ ജീവിതവും ദുരിതത്തിലായി. സ്വന്തമായി വീടില്ലാത്ത 41 കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ് ഇവിടെ കാട് കയറി നശിക്കുന്നത്. ഭവനരഹിതരില്ലാത്ത കേരളം എന്ന സ്വപ്നം ഇനിയും ഏറെ അകലെയാണ്. ക്യാമറാമാൻ അഭിലാഷ് അലക്സിനൊപ്പം MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ഇത്തരം പദ്ധതികൾ തുടങ്ങിയിടത്ത് തന്നെ അവസാനിക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ ബുദ്ധിമുട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന 2 പേരെയാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരാഴ്ച മുഴുവൻ അധ്വാനിച്ചിട്ടും സ്വന്തമായി വീട് പോലും ഇല്ലാത്ത നിരവധി തൊഴിലാളികളാണ് മൂന്നാർ തോട്ടം മേഖലയിലുള്ളത്. കിടപ്പാടമില്ലാതെ ദുരിതാവസ്ഥയിൽ കഴിയുന്ന തങ്ങളുടെ രക്ഷയ്ക്കായി കനിവുള്ള ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയോടെ ഇരുട്ടുമൂടിയ ഒറ്റമുറിയിൽ കഴിയുകയാണ് മൂന്നാർ സ്വദേശികളായ കമലമ്മയും സെൽവരാജും. ഒരായുസ് മുഴുവൻ തേയിലത്തോട്ടത്തിൽ കഠിനാധ്വാനം. ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ വെറും കൈയോടെ മടക്കം. വിശ്രമിക്കാനും തലചായ്ക്കാനും ഇടമന്വേഷിക്കുമ്പോൾ മുന്നിൽ ശൂന്യത. മൂന്നാറിലെ നിരവധി തൊഴിലാളികളുടെ അവസ്ഥയാണിത്. വയോധികരായ കമലമ്മയുടെയും സെൽവരാജിന്റെയും ജീവിതം ഇതിനുദാഹരണമാണ്. സെവൻമല എസ്റ്റേറ്റിൽ 33 വർഷം ജോലി ചെയ്ത് വിരമിച്ച കമലമ്മയ്ക്ക് ഇപ്പോൾ പ്രായം 71. ഭർത്താവ് സെൽവരാജിന് 76 വയസ്സ്. മക്കളില്ലാത്ത ഈ ദമ്പതികൾ ഇപ്പോൾ താമസിക്കുന്നത് മൂന്നാർ പോലീസ് സ്റ്റേഷന് സമീപം മുതിരപ്പുഴയാറിന് തീരത്തുള്ള ഒറ്റമുറിയിൽ വാടകയ്ക്ക്. വൈദ്യുതി കണക്ഷൻ പോലുമില്ലാതെ ഇരുളിൽ കഴിയുകയാണ് ഇവർ. മണ്ണെണ്ണ വിളക്കാണ് ഏക ആശ്രയം. സർക്കാർ നൽകുന്ന പെൻഷനും തൊഴിലുറപ്പ് ജോലി വഴി കിട്ടുന്നതും മാത്രമാണ് വരുമാനം. வீடில்ல வாசல் இல்லை, எங்களுக்கு உதவி செய்ய யாரும் இல்லை. கேட்டால் பணம் கொடுத்தாத்தான் வீடு கிடைக்கும் அப்படிங்கிறாங்க. நாங்கள் எங்கே போக அவ்வளோ பணத்துக்கு? எங்கள் தாத்தா பாட்டி காலத்துலேருந்து நாங்கள் இந்த மலையிலேயே தான் இருக்கோம். எங்களுக்கு உதவி செய்ய யாரும் முன் வரல. മഴ വന്നാൽ ചോർന്നൊലിക്കുന്ന മുറി. മഴയൊന്ന് കനത്തു പെയ്താൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് നിലം പതിക്കുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയിൽ അപേക്ഷ നൽകിയെങ്കിലും വീട് ലഭിച്ചില്ല. വോട്ട് തേടിയെത്തുന്ന രാഷ്ട്രീയ നേതാക്കൾ വാഗ്ദാനം നൽകി മടങ്ങുമെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കാറില്ലെന്നും ഇവർ പറയുന്നു. 6 തലമുറയായി മൂന്നാറിൽ ജീവിച്ചു വരുന്ന കമലമ്മയുടെ കുടുംബത്തിന്റെ അവസ്ഥ മൂന്നാറിലെ തൊഴിലാളികളുടെ നേർക്കാഴ്ചയാണ്. അമൃത ന്യൂസ്, ഇടുക്കി. ലൈഫ് പദ്ധതിയൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും വീടില്ലാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു വാർത്ത. കാട്ടുപന്നിക്ക് വെച്ച വൈദ്യുതി കമ്പിയിൽ തട്ടി വയോധികന് ദാരുണാന്ത്യം. മലപ്പുറം അങ്ങാടിപ്പുറം പരിയാപുരത്താണ് അപകടം. പരിയാപുരം പട്ടിക്കുന്ന സ്വദേശി കല്ലിപ്പറമ്പിൽ അബ്ദുൾ അസീസാണ് മരിച്ചത്. മൃതദേഹത്തിന് സമീപം കാട്ടുപന്നിയെയും ചത്ത നിലയിൽ കണ്ടെത്തി. ഭൂമി പാട്ടത്തിനിരത്ത് ചെയ്ത വാഴകൃഷിയിലാണ് വൈദ്യുതി സ്ഥാപിച്ചത്. നെല്ല് സംഭരണമടക്കം നെല്ല് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പ് ലഭിക്കാതെ ഇനി കൃഷി നടത്തേണ്ടതില്ല എന്നാണ് നെൽ കർഷക സംരക്ഷണ സമിതിയുടെ തീരുമാനം. ഓരോ തവണയും സർക്കാരിന്റെ ഉറപ്പിൽ വിശ്വസിച്ച് കൃഷി ഇറക്കുന്ന കർഷകർ വഞ്ചിതരാവുകയാണ്. നെല്ല് സംഭരണത്തിന് റിവോൾവിംഗ് ഫണ്ട് ഏർപ്പെടുത്തുന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ഉദാസീനത കാട്ടുന്നു. അത് അവസാനിപ്പിക്കണമെന്ന് നെൽ കർഷക സമിതി ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തവണയും പുഞ്ചകൃഷിയുടെ നെല്ല് സംഭരണം പാളിയതോടെ കൃഷിയിൽ നിന്നും പിന്തിരിയുമെന്ന മുന്നറിയിപ്പുമായാണ് കർഷകർ രംഗത്തെത്തിയിരിക്കുന്നത്. ഓരോ തവണയും കൃഷിവകുപ്പും സർക്കാരും നൽകുന്ന ഉറപ്പ് പാഴ്വാക്കാകുകയാണ്. കഴിഞ്ഞ കൃഷിയിലും കൊയ്ത്ത് കഴിഞ്ഞ് പലയിടത്തും ആഴ്ചകളോളമാണ് നെല്ല് പാടത്ത് കിടന്നത്. കിഴിവിനെ ചൊല്ലിയുള്ള തർക്കം അവസാനിപ്പിക്കാൻ സർക്കാരോ സപ്ലൈകോയോ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നും നെൽകർഷക സംരക്ഷണ സമിതി ചൂണ്ടിക്കാട്ടി.
സബ്സിഡികൾ ലഭിക്കുന്നില്ല. നമുക്ക് കൃഷി ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിൽ പോലും ഞങ്ങൾ കൊയ്ത്ത് വരെ കൊണ്ടെത്തി കഴിയുമ്പോൾ നെല്ല് സംഭരണം നമുക്കൊരു ബാലികേറാമലയായിട്ട് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഈ വർഷം ഉണ്ടായത്. അപ്പോൾ ഇനി ഇതിനെല്ലാം നെൽകർഷകരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടായിട്ട് കൃഷി മതി എന്നുള്ള ഒരു രീതിയിലേക്ക് ഒട്ടുമിക്ക പാടശേഖര സമിതികളും മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സംഘടന എന്ന നിലയിൽ ഞങ്ങളത് കൂടിയാലോചിച്ച് ആ ഒരു തീരുമാനത്തിന് മുൻതൂക്കം കൊടുക്കും. ഞങ്ങളുടെ കമ്മിറ്റി കൂടി അതിനുശേഷം പാടശേഖരങ്ങളെ കൂട്ടി യോജിപ്പിച്ച് തീർച്ചയായിട്ടും തീരുമാനമുണ്ടായിട്ട് കൃഷി മതി എന്നൊരു നിലയിലേക്ക് പോകാനാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നെല്ല് സംഭരണത്തിന് ശേഷം പണത്തിനായി കർഷകർ കാത്തിരിക്കുന്നത് ഒഴിവാക്കാൻ റിവോൾവിംഗ് ഫണ്ട് ഏർപ്പെടുത്തണമെന്ന ആവശ്യം സർക്കാർ ഇനിയും പരിഗണിച്ചിട്ടില്ല. ഒരു തവണ കർഷകർ കൃഷി ഉപേക്ഷിച്ചാൽ അത് ബാധിക്കുന്നത് കർഷകരെ മാത്രമല്ല, എന്നാൽ കൃഷിയിൽ നഷ്ടം നേരിടുന്നത് കർഷകർക്ക് മാത്രമാണ്. ഈ സാഹചര്യത്തിലാണ് നെൽകാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ച ശേഷം മാത്രം ഇനി കൃഷി നടത്തിയാൽ മതിയെന്ന ആശയത്തിലേക്ക് നെൽകർഷക സംരക്ഷണ സമിതി കടക്കുന്നത്. നിലമുഴുന്നിടം തൊട്ട് നെൽകർഷകന് ഓരോരുത്തർക്ക് ജോലി കൊടുത്തുകൊണ്ടിരിക്കുക. നിലമുഴുന്നവർ, വിത്ത് വിതയ്ക്കുന്നവർ, മരുന്നടിക്കുന്നവർ, ഇപ്പോൾ ഡ്രോണ് ആണെങ്കിൽ അവർ, അതുപോലെ കൊയ്ത്ത് മെഷീൻകാർ, മില്ലിൻ്റെ ഏജൻറ്റുമാർ എന്ന് വേണ്ട കൊയ്ത്ത് മെഷീൻ്റെ ഏജൻറ്റുമാർ എല്ലാം നെൽകർഷകരെ ആശ്രയിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ഒരു വലിയ വിഭാഗം ഇവിടെ സ്തംഭിക്കും. എല്ലാ ജില്ലകളിലെയും കർഷകരെ കൂട്ടി യോജിപ്പിച്ച് സംയുക്ത പ്രക്ഷോഭത്തിനാണ് നെൽകർഷക സംരക്ഷണ സമിതി ലക്ഷ്യമിടുന്നത്. ഇതിൻ്റെ ആദ്യപടിയായി പ്രാദേശികമായി കർഷകരുടെ യോഗങ്ങൾ വിളിച്ചു ചേർക്കും. പിന്നാലെ സംസ്ഥാന തലത്തിൽ സമ്മേളനം സംഘടിപ്പിക്കുവാനുമാണ് ആലോചന. അമൃത ന്യൂസ്, കോട്ടയം. പല പല പ്രശ്നങ്ങളാണ് ഞങ്ങൾ രാവിലെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. വീടില്ലാത്ത പ്രശ്നം, ഇപ്പോൾ നെൽകർഷകരുടെ പ്രശ്നം, ഇനി പറയാൻ പോകുന്നത് ഈ ഒരു കുടിവെള്ള പ്രശ്നമാണ്. തണ്ണീർമുക്കം ബണ്ട് തുറന്നതോടെ കുമരകം, തിരുവാർപ്പ, ഐമനം പഞ്ചായത്ത് പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമായി. പ്രദേശത്തെ ജലസ്രോതസ്സുകളിൽ ഉപ്പുവെള്ളം കലർന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. കുടിവെള്ള പദ്ധതികളിൽ നിന്നുള്ള ജലവിതരണവും മുടങ്ങിയതോടെ വില കൊടുത്ത് വെള്ളം വാങ്ങുകയാണ് ഇവിടുത്തെ കുടുംബങ്ങൾ. ഒരാഴ്ച മുമ്പ് വരെ പോള തെങ്ങി ജലം കാണാനാകാത്ത സ്ഥിതിയിലായിരുന്നു കൊടൂരാറും അതിൻ്റെ കൈവഴികളുമെല്ലാം. തണ്ണീർമുക്കം ബണ്ട് തുറന്നതോടെ പോള നീങ്ങുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്തു. എന്നാൽ ഇതോടെ ശുദ്ധജലം കിട്ടാക്കനിയായി. കുമരകം, തിരുവാർപ്പ്, ഐമനം പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് ജലസ്രോതസ്സുകളിൽ ഓരുവെള്ള സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. കുടിവെള്ള പദ്ധതികളും നിർജ്ജീവമായതോടെ തിരുവാർപ്പ് പഞ്ചായത്തിലെ കാഞ്ഞിരം മേഖലയിൽ ആളുകൾ വില കൊടുത്ത് വെള്ളം വാങ്ങുകയാണ്. നിറയ്ക്കുക അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസം, ഒരു മാസത്തോളമായിട്ട് ഒട്ടും വെള്ളമില്ല. ഒരു 4-5 ദിവസം കൂടുമ്പോൾ ശകലമായി. ഏറ്റവും ലാസ്റ്റ് ഇവിടെ അല്ലേ, അതുകൊണ്ട് അങ്ങോട്ടൊക്കെ ഉള്ളവർക്കൊക്കെ വെള്ളം കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾ മെമ്പറോട് വിളിച്ച് പറയുമ്പോൾ അവരങ്ങോട്ട് വിളിച്ച് പറയും. എങ്ങനെയാണ് ആരെ വിളിച്ചെന്ന് പറഞ്ഞാലും വെള്ളം ഇല്ല. ഒന്നത്തരോടെ വന്നുകൊണ്ടിരുന്ന നേരത്തെ. ഇപ്പോൾ അങ്ങനെയും വരുന്നില്ല. 5-6 ദിവസം കൂടുമ്പോൾ വന്നാലും ഞങ്ങൾക്ക് കിട്ടാൻ പാടാ. ഒരു 12 ആകുമ്പം വരും. ഒരു 12-12:45 1 മണിയാകുമ്പോൾ കറക്റ്റ് നിൽക്കുക. അന്നേരം എല്ലാവർക്കും, ഞങ്ങളിവിടെ 4 വീട്ടുകാരുണ്ട്, അവർക്ക് ഒരു 2 കുളം വെള്ളം കിട്ടുകയില്ല. അന്നേരം നിന്ന് പോകും. അല്ലെങ്കിൽ ടാങ്കിൽ ഇവിടെ അടിക്കുവാണെങ്കിൽ ഒരു ടാങ്ക് വെള്ളത്തിന് 300 രൂപ. ടാങ്കറിൽ വെള്ളം എത്തിച്ചാലും വഴിയില്ലാത്തത് മൂലം തലച്ചുമടായും വള്ളത്തിലുമൊക്കെയാണ് വെള്ളം വീടുകളിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങൾ ഈ കഴിഞ്ഞ 5-6 മാസമായിട്ട് വെള്ളമില്ലാതെ ഞാൻ പല ദിവസം കഞ്ഞി വെക്കാത്ത ദിവസങ്ങളുണ്ട്, വെള്ളമില്ലാഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ കോട്ടയം ടൗണിൽ പോയി വെള്ളം എടുക്കാനാണെങ്കിൽ ഈ പോളയുടെ ശല്യം കൊണ്ട് അത് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 600 രൂപ ഒരു വണ്ടിക്ക് 1000 ലിറ്ററിന് കൊടുത്ത് ഈ ടാങ്കിൽ അടിച്ചിട്ട് ആണ് ഞങ്ങൾ എടുക്കുന്നത്. അതും ഇവിടെ വന്ന ഈ പാലത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ആ ഓണിപ്പാലം കയറി ഇക്കരെ വന്ന് പെണ്ണുങ്ങൾ ചുമന്ന് ഓരോ ഉടമ്പീതം കൊണ്ടുപോയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. എന്നിരുന്നാലും ഇത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഒരു ഒന്നത്തിരാടൻ 2-3 അങ്ങോട്ടൊരു മാറി ഒരു 5-6 വീടുകളുണ്ട്, അവരൂടെ വന്ന് ഞങ്ങളുടെ വെള്ളം എടുക്കും. ഒന്നത്തിരാടൻ ഞങ്ങൾ വെള്ളം നിറയ്ക്കണം. ഓരോ വേനൽക്കാലത്തും ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ അനുഭവപ്പെടുന്ന ദുരിതമാണിത്. ചുറ്റും വെള്ളമുണ്ടെങ്കിലും കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനുമൊക്കെ വെള്ളം വില കൊടുത്ത് വാങ്ങേണ്ട സ്ഥിതി. മഴക്കാലത്ത് വെള്ളത്തെ ഭയന്നും വേനൽക്കാലത്ത് കുടിവെള്ളത്തിനായി കൊതിച്ചും കഴിയേണ്ട ദുരവസ്ഥയ്ക്ക് എന്ന് പരിഹാരമുണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. അമൃത ന്യൂസ്, കോട്ടയം. ഇനിയൊരു നല്ല വാർത്തയിലേക്കാണ്. സ്വച്ഛ് സർവേക്ഷൺ പദ്ധതിയിലെ റാങ്കിംഗ് ഉയർത്താൻ കൊച്ചി നഗരം മോടി പിടിപ്പിക്കുകയാണ്. പൊതുയിടങ്ങളിലെ മാലിന്യങ്ങൾ നീക്കിയും ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് ആർട്ട് ഇൻസ്റ്റലേഷൻ തയ്യാറാക്കിയുമാണ് നഗരം മുഖം മിനുക്കുന്നത്. നഗരത്തിലെത്തുന്ന ആളുകൾക്ക് കൗതുകമാവുകയാണ് ആർട്ട് ഇൻസ്റ്റലേഷനുകൾ. രാജ്യത്തെ നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും ശുചിത്വം വിലയിരുത്തുന്ന സർവേയായ സ്വച്ഛ് സർവേക്ഷനിൽ മികച്ച റാങ്കിംഗ് നിലനിർത്താനാണ് കൊച്ചി കോർപ്പറേഷൻ ഒരുങ്ങുന്നത്.
മാലിന്യങ്ങൾ നിറഞ്ഞ പൊതുവിടങ്ങളും പോസ്റ്ററുകൾ നിറഞ്ഞ മതിലുകളും നഗരത്തിൽ നിന്നും അപ്രത്യക്ഷമായി തുടങ്ങി. ക്വീൻ സിറ്റി ക്ലീൻ സിറ്റി എന്ന മുദ്രാവാക്യവുമായാണ് നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണം. പോസ്റ്ററുകൾ നിറഞ്ഞ വൈറ്റില പാലത്തിന്റെ തൂണുകൾ ചായം പൂശി ശുചിത്വ സന്ദേശങ്ങൾ വരച്ചു. നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിൽ ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് ആർട്ട് ഇൻസ്റ്റലേഷനുകളും നിർമ്മിച്ചിട്ടുണ്ട്. വേസ്റ്റ് ടു ആർട്ട് എന്ന സന്ദേശമുയർത്തി ഹരിതകർമ്മസേന പ്രവർത്തകരും ശുചീകരണ തൊഴിലാളികളും ചേർന്നാണ് ആർട്ട് ഇൻസ്റ്റലേഷനുകൾ നിർമ്മിച്ചത്. നമ്മൾ ഉപേക്ഷിക്കപ്പെട്ട പല കുപ്പികളും എല്ലാം നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ കഴിയാത്ത സാധനങ്ങൾ വെച്ചുകൊണ്ട് മോടി പിടിപ്പിച്ചുകൊണ്ട് പല ഇൻസ്റ്റലേഷൻ വർക്കുകളും നമ്മുടെ ശുചീകരണ തൊഴിലാളികളടക്കം നേതൃത്വം കൊടുത്തുകൊണ്ടാണ് അതെല്ലാം ചെയ്യുന്നത്. സ്വച്ഛ് സർവേഷനിൽ ഇത് ഒരു ഘടകം മാത്രമാണ് ഈ ബ്യൂട്ടിഫിക്കേഷൻ വർക്ക് വരുന്നത്. സ്വച്ഛ് സർവേഷൻ്റെ ഭാഗമായി പല ഘടകങ്ങളും മുൻനിർത്തിയാണ് നമ്മൾ റാങ്കിങ്ങിന് നമ്മൾക്ക് തരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതുപോലുള്ള വർക്കുകൾ നടത്തുന്നത്. കഴിഞ്ഞ വർഷം ദേശീയ സർവേയിൽ 3 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ജനസംഖ്യയുള്ള നഗരങ്ങളുടെ പട്ടികയിൽ 50-ാം സ്ഥാനത്തായിരുന്നു കൊച്ചി നഗരം. ഇത്തവണ നില മെച്ചപ്പെടുത്തി 1-ാം സ്ഥാനത്തേക്ക് എത്തുകയാണ് നഗരത്തിന്റെ ലക്ഷ്യമെന്ന് നഗരസഭ ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷ സീന ഗോകുലൻ പറഞ്ഞു. കഴിഞ്ഞ തവണ നമ്മൾ കൊച്ചിക്ക് നമുക്ക് ദേശീയ തലത്തിൽ 50-ാം റാങ്കാണ് ലഭിച്ചത്. ഇത്തവണ നമ്മൾ 1-ാം റാങ്കിൽ എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കൊച്ചി കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നത്. അതിന് നമ്മൾ കൊച്ചിൻ കോർപ്പറേഷൻ്റെ നമ്മുടെ ഹെൽത്ത് വിഭാഗമായുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഭരണസമിതിയും നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ അടക്കം അതിന് നേതൃത്വം നൽകിയിട്ടുള്ള വർക്കുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാദ്യമായാണ് സ്വച്ഛ് സർവേഷൻ പദ്ധതിക്കായി നഗരത്തിൽ വിപുലമായ സൗന്ദര്യവൽക്കരണം നടത്തുന്നത്. അടുത്ത മാസം സർവേ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. അപ്പോൾ ഇനി ദേവഭദ്രയുടെ വിശേഷങ്ങളിലേക്കാണ്. തൃശൂർ പൂരത്തിൽ കുറുങ്കുഴൽ വായിച്ച് അത്ഭുതപ്പെടുത്തുകയായിരുന്നു ദേവഭദ്ര എന്ന കൊച്ചുമിടുക്കി. അയ്യന്തോൾ ഭഗവതിയുടെ എഴുന്നള്ളിപ്പിലാണ് കുറുങ്കുഴൽ വായിച്ച് ഈ 4-ാം ക്ലാസ് വിദ്യാർത്ഥിനി അത്ഭുതമായത്. കുറുങ്കുഴൽ വിദ്വാൻ കൊമ്പത്ത് അനിൽകുമാറിന്റെ ശിഷ്യയാണ് ദേവഭദ്ര. മേളങ്ങളോടും വാദ്യങ്ങളോടുമുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് ദേവഭദ്രയെ ഇത്ര ചെറുപ്പത്തിലെ തന്നെ കുറുങ്കുഴൽ കലാകാരിയാക്കിയത്. തൃശ്ശൂരിൽ നിന്ന് ഹരീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തൃശ്ശൂർ പൂരത്തിന് ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. പക്ഷേ ഈ വർഷത്തെ തൃശ്ശൂർ പൂരത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതമായി മാറിയ ഒരു കൊച്ചു പെൺകുട്ടി എൻ്റെ കൂടെയുണ്ട്, ദേവഭദ്ര. ദേവഭദ്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യന്തോൾ ദേശത്തിൽ കുറുങ്കുഴൽ വായിച്ചത് ദേവഭദ്രയാണെന്നുള്ളതാണ്. വലിയ കലാകാരന്മാരുടെ കൂടെ കുറുങ്കുഴൽ വായിക്കാനുള്ള ഭാഗ്യം ദേവഭദ്രയ്ക്ക് കിട്ടി. അപ്പോൾ ദേവഭദ്രയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. എത്ര വയസ്സുണ്ട് ശരിക്കും? എനിക്ക് 9 വയസ്സുണ്ട്. 9 വയസ്സുണ്ട്. ഈ 9 വയസ്സിൽ എങ്ങനെയാണ് ഈ ഒരു കുറുങ്കുഴൽ വായിക്കണം അല്ലെങ്കിൽ കുറുങ്കുഴലിലേക്ക് എത്തിയത്? ഇഷ്ടം കൊണ്ടാണോ? എങ്ങനെ എത്തിയത്? ഇഷ്ടം കൊണ്ടാണ്. പൂരങ്ങളിലെ ഏറ്റവും ഇഷ്ടം കുറുങ്കുഴലാണോ? അതെ. ആരാണ് മോളെ പഠിപ്പിക്കുന്നത്? അല്ലേട്ടൻ. തൃശ്ശൂർ പൂരത്തിൽ ആദ്യമായിട്ട് കുറുങ്കുഴൽ വായിച്ചപ്പോൾ എന്താണ് മോൾക്ക് തോന്നിയത്? സന്തോഷം. വലിയ വലിയ ആൾക്കാരുടെ കൂടെയല്ലേ വായിച്ചത്? അതെ. ഇനി എന്താ മോളുടെ ആഗ്രഹം? ഇപ്പൊ തൃശ്ശൂർ പൂരത്തിൽ വായിച്ചു, ഇനി അടുത്ത ആഗ്രഹം എന്താ? ഇനി അങ്ങനെയില്ല, പറയണ മേളങ്ങൾക്കൊക്കെ പോകും. തൃശ്ശൂർ പൂരം അല്ലാതെ വേറെ ഏതൊക്കെ മേളങ്ങൾക്കാണ് മോള് വായിച്ചിട്ടുള്ളത്? കുറേ മേളങ്ങൾക്ക് വേണ്ടി, വള്ളിശ്ശേരി, പിന്നെ ഈ തൃശ്ശൂർ പൂരത്തിന്, അങ്ങനെ കുറേ മേളങ്ങൾക്ക് വേണ്ടി. എന്താണ് മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം? എന്താണ് ഈ കുറുങ്കുഴൽ വാദ്യത്തിനോട്? അത് എനിക്ക് കണ്ടപ്പോൾ തൊട്ട് ഇഷ്ടമായതാ. എന്താ കാരണം? എന്താ കാരണം ചോദിച്ചാൽ അങ്ങനെ അറിയില്ല, കണ്ടപ്പോൾ തൊട്ട് അങ്ങനെ. ഞാൻ എല്ലാ മേളക്കൾക്കും പോവും അച്ഛൻ്റെ ഒപ്പം കാണാൻ. അപ്പം അങ്ങനെ അതിനോടുള്ള ഇഷ്ടം. നമുക്ക് ഈ മോളുടെ അച്ഛനും കൂടി കൂടെ ചേരുന്നുണ്ട്, അത് കൃത്യമായി തന്നെ ചോദിക്കണം. ചേട്ടൻ്റെ പേരെങ്ങനെയാ? ശ്യാം. ശ്യാം എന്നാണ്. അപ്പോൾ ഒരു അത്ഭുതമാണ് ശരിക്കും, വലിയ വലിയ ആൾക്കാരുടെ ഒപ്പം കുഞ്ഞു മോളിരുന്ന് വായിക്കുന്നത് കാണുന്നത്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് ഈ ഒരു മോളെ ഒരു പഠിക്കുന്ന ഒരു ഇതിലേക്ക് എത്തിയത്? ഇല്ല, ആള് ചെറുപ്പം തൊട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അനിലേട്ടെന്ന് പറഞ്ഞല്ലോ, ആള് നമ്മുടെ തിരുവമ്പാടിയുടെ കുറുങ്കുഴലിൻ്റെ പ്രമാണിയാണ്. അപ്പോൾ ചെറുപ്പം തൊട്ട് ആൾ വളർന്നത് ഇതൊക്കെ അവരുടെ കൂടെ തന്നെ. അല്ലാണ്ട് മോളുണ്ട്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ പൂരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫുൾ ടൈം അമ്പലത്തിലാണ്. അതുപോലെ ഊരകത്ത് എന്ത് വിശേഷം ഉണ്ടെങ്കിലും ആൾ അമ്പലത്തിലും ഇതിലൊക്കെ സജീവമായിട്ട് പോയി കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ അനിലേട്ടൻ ഇപ്പോൾ പറ്റു പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ മേളങ്ങളുടെ തിരക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റു പഠിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്.
അപ്പോൾ ആൾക്ക് ഇഷ്ടം തോന്നിയിട്ട് ഇതാക്കിയതാണ്, നമ്മളല്ലാണ്ട് നിർബന്ധിച്ച് ഇതാക്കിയതൊന്നല്ല. ഇപ്പോൾ ഇത്രയും ചെറിയ കുട്ടികളൊക്കെ തൃശ്ശൂർ പൂരം പോലത്ര വലിയൊരു പൂരത്തിൻ്റെ എഴുന്നള്ളത്തിന് കുറുങ്കുഴൽ വായിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ മോള അങ്ങനെ കണ്ടപ്പോൾ തോന്നിയ ഒരു വികാരം എന്താണ് ശരിക്കും? തീർച്ചയായിട്ടും സന്തോഷമായിരുന്നു. എന്താ കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അനിലാട്ടൻ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനിലാട്ടൻ്റെ ഒരു പ്രത്യേക ഇനിഷ്യേറ്റീവിൻ്റെ പുറത്താണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. എന്താണെന്ന് വെച്ചാൽ ഓരോ മേളകൾക്കും അല്ലെങ്കിൽ ഇത്രയും പോകുന്ന ഒരു ചെറിയ കുട്ടീനെ ഒരു മേളത്തിന് കൊണ്ട് നിർത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് അത്രയും ഉള്ള കോൺഫിഡൻസ് ഉള്ള കാരണം കൊണ്ടാണ് ആൾ കൊണ്ട് നിർത്തിയത്. അപ്പോൾ നമ്മൾ തുടങ്ങിയത് ഊരകത്ത് കാർത്തിക, ഊരകമ്പലത്തിൽ തൃക്കാർത്തികയുടെ സമയത്ത്. അതിന് മുമ്പ് വൃശ്ചികം 41 ദിവസം ശിവേലി ഉണ്ട്. ആ ശിവേലിക്ക് എല്ലാ ദിവസവും ആളുടെ ചേട്ടനുണ്ട്, രണ്ടുപേരും കൂടിയിട്ട് മേളത്തിന് നിൽക്കാറുണ്ട്, ശിവേലിക്ക് മേളത്തിന് നിൽക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് കാർത്തികയ്ക്ക്, പിന്നെ നമ്മുടെ അവിടെ തൃശ്ശൂർ ആറാട്ടുപുഴ പൂരം ഉണ്ടല്ലോ, ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ച് ഊരകത്തുണ്ടായിരുന്ന ചെറിയ ചെറിയ പൂരങ്ങൾ, അതുപോലെ ചാത്തക്കുടം, പിന്നെ അതിന് ശേഷമാണ് പെരുമ്പാവൂർ ജയറാമേട്ടൻ്റെ ഒപ്പം, പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെയുള്ള ഈ തൃശ്ശൂർ പൂരം, ഇതൊക്കെ കൂടിയിട്ട് അത്യാവശ്യം എല്ലാത്തിലും അല്ലാണ്ട് ഒരാളുടെ ഇനിഷ്യേറ്റീവിൻ്റെ പുറത്താണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. CS ബൈജുവിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശ്ശൂർ. ഇനി വിപണി വിലയിരുത്തലാണ്. വിപണി വിലയിരുത്താനായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുകയാണ്. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. ഇന്ന് വിപണിയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കണം. ഇന്നലെയും വിപണിയിൽ ഏറ്റക്കുറച്ചിൽ പ്രകടമായിരുന്നു. നഷ്ടത്തിലായിരുന്നു ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. മുൻനിര ഓഹരികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിൽപ്പനയായിരുന്നു ഇന്നലെ ഉണ്ടായത്. മുൻനിര ഓഹരി സൂചികയായി നിഫ്റ്റി 24,000 എന്ന നിലവാരത്തിന് താഴേക്ക് നീങ്ങുകയും ചെയ്തു. വരും ദിവസങ്ങളിലും വിപണിയിൽ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാൽ രണ്ടാം നിര ചെറുകിട ഓഹരികളിൽ നിക്ഷേപ താല്പര്യം തുടരുന്നുണ്ട്. ഇത് കാണിക്കുന്നത് വിപണിയിൽ അന്ധധാര ശക്തമാണെന്നും ചെറുകിട നിക്ഷേപകരും ആഭ്യന്തര നിക്ഷേപകരും വിപണിയിൽ അനുകൂലമായി ഇടപെടുന്നത് രണ്ടാം നിര ചെറുകിട ഓഹരികൾക്ക് വളരെ സഹായകരമാകുന്നുണ്ട്. എന്നാൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ തുടർച്ചയായുള്ള വിൽപ്പന മുൻനിര ഓഹരികൾ കേന്ദ്രീകരിച്ചായതുകൊണ്ട് തന്നെയാണ് മുൻനിര ഓഹരികളിൽ ഈ ഒരു നഷ്ടം പ്രതിഫലിക്കുന്നത്. പ്രത്യേകിച്ചും HDFC ബാങ്ക്, ഇൻഫോസിസ്, ICICI ബാങ്ക് തുടങ്ങിയ മുൻനിര ഓഹരികളിലാണ് ഈ വിൽപ്പന പ്രകടമാകുന്നത്. എന്നാൽ റിലയൻസ് ഇൻഡസ്ട്രീസിൽ ഇന്നലെ നിക്ഷേപ താല്പര്യം കാണുകയും ചെയ്തു. വരും ദിവസങ്ങളിലും വിപണിയിൽ ഏറ്റക്കുറച്ചിലുകൾ തുടർന്നേക്കാം. അതേസമയം വിപണിയിൽ ഏറ്റക്കുറച്ചിലുകളെ സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് സൂചികയിൽ ഇന്നലെ നേരിയ ഒരു നഷ്ടമായിരുന്നു. ഇത് കാണിക്കുന്നത് കുറച്ച് സമയത്തിൽ തന്നെ വിപണിയിൽ ഒരു ക്രമപ്പെടൽ രൂപപ്പെട്ടേക്കുമെന്നും ഏറ്റക്കുറച്ചിലുകൾ കുറഞ്ഞേക്കുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇത് നൽകുന്നത്. എന്തായാലും ആഗോള സാഹചര്യങ്ങൾ തികച്ചും വിപണിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനം തന്നെയാണ്. പ്രത്യേകിച്ചും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നെങ്കിൽ കൂടിയും ഇപ്പോഴും ഹോർമോസുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വം തുടരുന്നതും രാഷ്ട്രീയ നേതാക്കളുടെ രാഷ്ട്രീയ അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുന്നതുമെല്ലാം വരും ദിവസങ്ങളിലും ആഗോളതലത്തിൽ വിപണിയെ സ്വാധീനിച്ചേക്കും. അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ വിപണിയിലും ഉണ്ടാവുകയും ചെയ്യും. സാങ്കേതികമായി 24,100 എന്ന നിലവാരം തന്നെയാണ് മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരം മറികടന്ന് വ്യാപാരം തുടരേണ്ടതുണ്ട്. താഴേക്കാണെങ്കിൽ 23,950 എന്ന നിലവാരമാണ് അടിസ്ഥാന നിലവാരമായി കണക്കാക്കുന്നത്. അതിന് താഴേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായും വലിയ സമ്മർദ്ദത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും 23,800 എന്ന നിലവാരത്തേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും ഈ ഒരു അവസരത്തിൽ നിർണായകം തന്നെയാണ്. അവരുടെ വിൽപ്പനയുടെ തോത് കുറഞ്ഞാൽ തന്നെ അത് വിപണി മുന്നോട്ട് നീങ്ങുന്നതിന് സഹായമാവുകയും ചെയ്യും. ഇന്ന് നേട്ടത്തിലായിരിക്കും എന്തായാലും വ്യാപാരം തുടങ്ങുക. ശരി ശ്രീ ദിലീപ്, എന്തായാലും ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം നേട്ടത്തിലാണ് ഇന്ന് വിപണി തുടങ്ങാൻ സാധ്യത എന്നുള്ള വിലയിരുത്തലാണ് ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് നൽകുന്നത്. പലപ്പോഴും പലരും പല കാഴ്ചകളൊക്കെ കാണാറുണ്ട്. ആ കാഴ്ചകളൊക്കെ ഫോണിൽ നമ്മൾ പകർത്താറുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ലക്ഷദ്വീപിലെ ആഴക്കടലിൽ തങ്ങൾ കണ്ട കാഴ്ചകൾ ക്യാൻവാസിൽ പകർത്തി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദ്വീപ് നിവാസികളും ദമ്പതികളുമായ മുഹമ്മദ് നൂറും നസീറയും. കോഴിക്കോട് ആർട്ട് ഗാലറിയിലാണ് ഇരുവരുടെയും ചിത്ര പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ആഴക്കടലിലെ വർണ്ണവിസ്മയങ്ങൾ വരച്ചു കാണിക്കുകയാണ് ഏക് ദുനിയ ലഹരോം കാ നീച്ചെ എന്ന ചിത്രപ്രദർശനം. ഇന്ത്യ റിസർവ് ബറ്റാലിയനിലെ ഹെഡ് കോൺസ്റ്റബിളായ മുഹമ്മദ് നൂറും ലക്ഷദ്വീപ് ആർട്ട് അക്കാദമിയിലെ ഗ്ലാസ് പെയിന്റിംഗ് ഇൻസ്ട്രക്ടറായ ഭാര്യ നസീറയും 3 മാസങ്ങളെടുത്താണ്
കടലിന്റെ മടിത്തട്ടിലെ കാഴ്ചകൾ വിവരിക്കുന്ന 30-ലേറെ ചിത്രങ്ങൾ ക്യാൻവാസിലേക്ക് പകർത്തിയത്. മുഹമ്മദ് നൂർ സ്കൂബ ഡൈവിംഗിനിടെ കണ്ട കാഴ്ചകൾ പകർത്തിയപ്പോൾ ഗ്ലാസ് ബോട്ടിങ്ങിനിടെ കണ്ട കാഴ്ചയാണ് നസീറ വരച്ചത്. ലക്ഷദ്വീപിന്റെ മനോഹാരിത, പ്രത്യേകിച്ച് കടലിന്റെ അടിത്തട്ട് നമുക്ക് എന്തുകൊണ്ട് ക്യാൻവാസിലാക്കിക്കൂടാ? അങ്ങനത്തെ ഒരു 2-3-4 മാസമായിട്ടുണ്ടാവും ഞങ്ങൾ ഇതിൻ്റെ വർക്ക് തുടങ്ങുന്നത്. അപ്പോൾ ഇതിന് ഞങ്ങളൊരു പേര് ഇടുകയും ചെയ്തു, ഏക് ദുനിയ ലഹരോം കാ നീച്ചെ. ഒരു ലോകം ഭൂമിക്കടി മീൻസ് വെള്ളത്തിനടിയിലാണ്. അതാണ് അതിൻ്റെ മീനിങ്സ്. ഞങ്ങൾ സാധാരണ ലക്ഷദ്വീപിലെ കൾച്ചറും അവിടുത്തെ പ്രകൃതിയും അങ്ങനെ പലതും കോർത്തിണക്കിയായിരുന്നു വരച്ചുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യമാണ് ഇങ്ങനെ ഒരു അണ്ടർ വാട്ടർ തീം എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ചെയ്യാൻ വന്നത്. കോഴിക്കോട്ടെ യൂണിവേഴ്സൽ ആർട്സിൽ നിന്നാണ് ഇരുവരും പെയിന്റിംഗ് പഠനം പൂർത്തീകരിച്ചത്. ചിത്രങ്ങൾ പൂർത്തിയായപ്പോൾ പ്രദർശനത്തിന് കോഴിക്കോടിനപ്പുറം മറ്റൊരു സ്ഥലം മനസ്സിലുണ്ടായില്ല. മകൻ മുഹമ്മദ് നസ്നിയും വരയുടെ ലോകത്ത് ചുവടുറപ്പിച്ചിട്ടുണ്ട്. ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ ഈ മാസം 30 വരെ പ്രദർശനം തുടരും. അമൃത ന്യൂസ്, കോഴിക്കോട്. എന്തായാലും ഈ പ്രതീക്ഷ കൂട്ടുകയാണ് പല സ്ഥാനാർത്ഥികളുടെയും. കാരണം വോട്ടെടുപ്പ് ഇങ്ങ് അടുത്തിരിക്കുകയാണ്. എന്തായാലും അതിന് മുൻപ് ആ ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. ആ ഒരു വാർത്തയിലേക്ക് നമുക്ക് പോകാം. അതിന് മുൻപ് കോട്ടയം മൈമനം പഞ്ചായത്ത് 16-ാം വാർഡിലെ പ്രാപ്പുഴയിൽ സഞ്ചാരയോഗ്യമായ പാലം എന്ന നാട്ടുകാരുടെ ആവശ്യം യാഥാർത്ഥ്യമാവുകയാണ്. PT ഉഷ MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 54 ലക്ഷം രൂപയാണ് പാലത്തിനായി അനുവദിച്ചിരിക്കുന്നത്. പ്രദേശവാസികളായ 150ഓളം പേരുടെ യാത്രാ ദുരിതത്തിനാണ് ഇതിലൂടെ പരിഹാരമാകുന്നത്. ഐമനം പഞ്ചായത്തിലെ 4-16 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന വഴിയിലെ പ്രാപ്പുഴ പാലം ഏറെക്കാലമായി അപകടാവസ്ഥയിലാണ്. പാലത്തിൻ്റെ ജീർണാവസ്ഥ സ്കൂൾ വിദ്യാർത്ഥികൾക്കും കാൽനട യാത്രക്കാർക്കും പ്രായമായവർക്കും വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാത്ത നടപ്പാലമായതിനാൽ അടിയന്തര സാഹചര്യങ്ങളിൽ ആളുകളെ എടുത്താണ് തോടിന് മറുകരെ എത്തിച്ചിരുന്നത്. അരയൊപ്പം വരെ വെള്ളം കയറും. അരയൊപ്പം അതിന് മേളിലും വെള്ളം വരുന്ന സ്ഥലമാണ്. അപ്പോൾ അത്രയും വരെ നടന്ന് നമുക്ക് ജോലിക്ക് പോകാനോ മറ്റൊന്നും നമുക്ക് സാധിക്കത്തില്ല. ഈ പാലത്തിൻ്റെ ഈ അവസ്ഥ കാരണം നമുക്ക് നല്ല ഒഴുക്ക് വരുന്ന സമയങ്ങളിൽ പാലത്തെ കയറാൻ നമുക്ക് പേടിയാണ്. പലകയെല്ലാം പോയി കിടക്കുന്ന ഒരു അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഭാഗത്തുള്ള ആളുകൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് എത്രയും വേഗം പോകാനും അതുപോലെ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് 10 മിനിറ്റ് കൊണ്ട് മെഡിക്കൽ കോളേജിൽ എത്താൻ പറ്റുന്ന ഒരു പാലമാണിത്. 54 ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. പാലത്തിൻ്റെ ദുരവസ്ഥയും നാട്ടുകാർ അനുഭവിക്കുന്ന യാത്രാ ബുദ്ധിമുട്ടുകളും ചൂണ്ടിക്കാട്ടി ഐമനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും 16-ാം വാർഡ് മെമ്പറുമായ അനു ശിവപ്രസാദ് നാട്ടുകാരുടെ ഒപ്പ് ശേഖരിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് നിവേദനം സമർപ്പിച്ചിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ കൂടി ഇടപെടലിലാണ് PT ഉഷ MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പാലത്തിനായി തുക അനുവദിക്കാൻ നടപടിയായത്. നമ്മൾ ജോർജ് കുര്യൻ സാറിനൊരു നിവേദനം കൊടുത്തു. സാറിൻ്റെ ആ ഒരു നിർദ്ദേശപ്രകാരം നമ്മൾ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെയും MP PT ഉഷ മാഡത്തിൻ്റെയും ഇതിലൂടെ നമുക്ക് ഈ പാലം സാധ്യമായിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. കാരണം മെഡിക്കൽ കോളേജിലോട്ട് പോകാനും അതേപോലെ തന്നെ കുട്ടികൾക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാലമാണ്. ഇവിടെയുള്ള ആൾക്കാർ വെള്ളം പൊങ്ങുമ്പോൾ സമയത്തും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും ഈ ഒരു കാര്യമാണ്. പാലത്തിനായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും പ്ലാനും എസ്റ്റിമേറ്റും അടക്കം വൈകാതെ തയ്യാറാകുമെന്നും അനു ശിവപ്രസാദ് പറഞ്ഞു. തങ്ങളുടെ യാത്രാ ദുരിതത്തിന് ഉടൻ പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രാപ്പുഴ തെക്കേക്കര നിവാസികൾ. അമൃത ന്യൂസ്, കോട്ടയം. പോളിംഗ് ശതമാനം വർദ്ധിച്ചത് BJPക്ക് ആത്മവിശ്വാസം നൽകുന്നതാണെന്ന് ചിറ്റൂരിലെ NDA സ്ഥാനാർത്ഥി പ്രണേഷ് രാജേന്ദ്രൻ. ജനങ്ങൾ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കർഷകരും കാർഷിക മേഖലയും സംരക്ഷിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ചിറ്റൂർ നിയമസഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി പ്രണേഷ് രാജേന്ദ്രനാണ് അമൃത വാർത്തകൾക്കൊപ്പം ചേരുന്നത്. ഈ ചിറ്റൂരിനെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് ശതമാനം ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രതീക്ഷ BJPയുടെ? പോളിംഗ് ശതമാനം കൂടിയത് തീർത്തും BJPക്ക് വളരെ ആത്മവിശ്വാസം കൂട്ടുന്നത് തന്നെയാണ്. കാരണം സ്ത്രീകളുടെ വോട്ട് നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്, യുവാക്കളുടെ വോട്ടും നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ BJPയുടെ ഒരു മാനിഫെസ്റ്റോ എന്നുള്ളത് കാർഷിക മേഖലയെ സംരക്ഷിച്ച് കർഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നതാണ്. അത് മോഡി ഗ്യാരണ്ടിയിലൂടെ അന്ന് പാലക്കാട് പ്രധാനമന്ത്രി വന്നപ്പോൾ നേരിട്ട് തന്നെ അത് പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ കർഷകർക്ക് BJP മേൽ വിശ്വാസം നല്ലോണം വന്നിട്ടുണ്ട്. പിന്നെ സ്ത്രീകൾക്കും യുവാക്കൾക്കുമെല്ലാം നമ്മുടെ പ്രധാനമന്ത്രി മോദിജി അവരുടെ ഇമ്പാക്റ്റിൽ വളരെ ആവേശത്തിലാണ്. അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടാണ് ഇപ്രാവശ്യം പോളിംഗ് ശതമാനം കൂടിയതും. അത് BJPക്ക് വളരെ ഗുണം ചെയ്യുമെന്നാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഈ പ്രധാനമന്ത്രി പാലക്കാട് എത്തിയത് വലിയ രീതിയിലുള്ളൊരു സ്വാധീനം മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം രാജ്യമെങ്ങും പ്രധാനമന്ത്രി
മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ കൊടുക്കുന്ന ഉറപ്പ് 100% നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് പാലക്കാട് എത്തിയപ്പോൾ കാർഷിക മേഖലയെക്കുറിച്ച് അവരനുഭവിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ചെല്ലാം നല്ലൊരു റിപ്പോർട്ട് ഞങ്ങൾ നൽകിയിരുന്നു. ആ റിപ്പോർട്ട് വളരെ വ്യക്തമായി പഠിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ആളിയാർ പറമ്പിക്കുളം അന്തർ സംസ്ഥാന ജലത്തിൻ്റെ പ്രശ്നങ്ങൾ മുതൽ മറ്റ് പ്രതിസന്ധികളെല്ലാം കാർഷിക മേഖലയിൽ മാറ്റം വരുത്തിക്കൊണ്ട് കർഷകരോടൊപ്പം അവരുടെ പുരോഗമനത്തിനും കർഷകരെ സമ്പന്നരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇന്ന് മോഡിജിയുടെ ഗ്യാരണ്ടിയിൽ നമുക്ക് കിട്ടിയ ഉറപ്പ്. മാത്രമല്ല വികസിത് കേരളം ഇത് ജനമെല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞു. കാരണം ഇന്ത്യ ഒട്ടാകെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിരിക്കുന്ന വികസനങ്ങൾ അതിന് കേരളത്തിലും മോഡി ഗ്യാരണ്ടിയിലൂടെ എത്തിപ്പെടുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ചിറ്റൂർ നിയോജകമണ്ഡലത്തെ കർഷകരും ജനങ്ങളും. ഈ വോട്ടെടുപ്പ് ദിവസം ഉണ്ടായൊരു വിവാദം എന്ന് പറയുന്നത് താങ്കളുടെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റാണ്. അപ്പോൾ അത് കോൺഗ്രസ് പറയുന്നത് BJPയും LDFും തമ്മിലുള്ളൊരു ഡീലിൻ്റെ ഭാഗമാണെന്നാണ്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഈ വോട്ടെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടാകാനുള്ളൊരു സാഹചര്യമുണ്ടോ? ഒരിക്കലും അത് ബാധിക്കില്ല. കാരണം ജനങ്ങളും ഇപ്പോഴത്തെ യുവാക്കളും ആരും വിഡ്ഢികളല്ല. അന്ന് പുലർച്ചെ 2 മണിക്ക് UDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ വ്യക്തികൾ, അത് യൂത്ത് കോൺഗ്രസിൻ്റെ മുഖ്യ സ്ഥാനത്തിരിക്കുന്ന നിയോജകമണ്ഡലം പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയും ഇവന്മാർ 2 പേരും കൂടിയിട്ടാണ് നെക്ലസിൻ്റെ ചിഹ്നത്തിന് വോട്ട് ചെയ്യാനായിട്ട് പുലർച്ചെ 2 മണിക്ക് അനധികൃതമായി ജനവിരുദ്ധമായി ജനാധിപത്യത്തിനെ അപഹസിച്ചുകൊണ്ട് അവർ ഫീൽഡിൽ ചെന്നത്. അവിടെ ജനങ്ങളും അവിടുത്തെ പരിസരവാസികളെല്ലാം പിടിക്കപ്പെട്ട് മീനാക്ഷിപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന് അവർ ക്രിമിനൽ കേസ് ചാർജ് ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജനവിരുദ്ധം UDFിൻ്റെ ഭാഗത്താണെന്നുള്ളത് തീർത്തും ജനങ്ങൾക്കറിയാം. അതിൻ്റെ ഒരു തെളിവാണ് അന്ന് പുലർച്ചെ 2:30 ഈ നെക്ലസിൻ്റെ ചിഹ്നവും കൊണ്ടുപോയിട്ട് ഇവർ നടത്തിയ ഒരു നാടകം. അപ്പോൾ ജനം വിലയിരുത്തുന്നുണ്ട്. കാരണം BJPക്ക് അങ്ങനെ ഒരു യാതൊരു ആവശ്യമില്ല. BJP ഈ 50-60 വർഷക്കാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മാറി മാറി ഭരിച്ചിട്ട് ചിറ്റൂർ നിയോജകമണ്ഡലം ഒരു 70% കൂടുതൽ കാർഷിക മേഖലയാണ്, കർഷകരാണുള്ളത്. അവർക്ക് വാഗ്ദാനങ്ങളെല്ലാം വാക്കുകളാക്കിക്കൊണ്ടാണ് ഈ 50-60 വർഷം ഈ ഇരുമുന്നണിയും ഭരിച്ചിരിക്കുന്നത്. അത് ജനം തിരിച്ചറിയുക തന്നെ ചെയ്യും. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയിലൂടെ ഇതിനെല്ലാം ഒരു പരിഹാരങ്ങളായി കർഷകർക്കും കാർഷിക മേഖലയും സംരക്ഷിക്കപ്പെടും എന്നുള്ള ആത്മവിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ട് BJPക്ക് അത്തരത്തിലുള്ള ഒരു ജനവിരുദ്ധമായ നടപടികൾക്ക് BJP മുൻകൈ എടുക്കില്ല. ജനവിശ്വാസത്തോടുകൂടി BJP പോവും. ജനസൗഹൃദ ഭരണമായിരിക്കും BJPയുടെ ലക്ഷ്യം. ഇനിയിപ്പോൾ ഈ ഫലമറിയാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഫലമറിയുന്ന സമയത്ത് ചിറ്റൂരിൽ താമര വിരിയുമെന്ന് ഉറപ്പാണ്? 100%. അതിൻ്റെ ആത്മവിശ്വാസത്തിൽ ചിറ്റൂർ മാത്രമല്ല, ഇനി കേരളം അങ്ങോട്ട് താമര ഏറ്റെടുക്കും. അതിനുള്ള ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ജനവിധി അതിനായി എഴുതപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൽ ഒന്നടങ്കം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ചിറ്റൂരിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രണേഷ് രാജേന്ദ്രൻ. ക്യാമറാമാൻ സുനിലിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, പാലക്കാട്. പ്രണേഷ് രാജേന്ദ്രന്റെ പ്രതീക്ഷകളാണ് നമ്മൾ കണ്ടത്. ഇനി പോകുന്നത് ഈ വേനൽ ചൂടിന് ആശ്വാസമായൊരു മോരിന്റെ വാർത്തയിലേക്കാണ്. തലസ്ഥാനവാസികൾക്ക് വേനൽ ചൂടിന് ആശ്വാസമാവുകയാണ് 16 വ്യത്യസ്ത രുചിക്കൂട്ടുകളുമായി ഒരു മോരുകട. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ അമ്മച്ചിയുടെ മോരുകടയിൽ വലിയ തിരക്കാണ്. ഉള്ളു തണുപ്പിക്കുന്നതിന് പുറമെ ആരോഗ്യ സംരക്ഷണത്തിനും വേനൽക്കാലത്ത് ഏറ്റവും അനുയോജ്യമാണ് മോര്. ചൂടത്തൊരു മോര് കുടിച്ച് കിട്ടുന്നതിനേക്കാൾ നല്ല ആശ്വാസം വേറെ ഒന്നിനും. എന്നാൽ അതിന് പറ്റിയൊരു സ്പോട്ടാണ് മോഹൻസ് മോരുകട. ആദ്യം കിട്ടുന്ന മോര് പെട്ടെന്ന് കുടിച്ച് തീർന്നു പോയാൽ പിന്നെ കുറച്ചുകൂടെ ഇവിടുത്തെ മോരിന്റെ എരിവ് വരെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കും. അത് മാത്രമല്ല, ഇവിടെ എപ്പോൾ ചെന്നാലും ഒടുക്കത്തെ തിരക്ക്. നല്ല കട്ടിയുള്ള ഒരു അടിപൊളി മോര് കഴിക്കുമ്പോൾ നേരെ കൂടി പോകുമ്പോൾ മോഹൻസ് മോരുകട. ഭയങ്കര ചൂടല്ലേ? ഇത് ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഇവിടില്ലേ കിഴക്കേക്കോട്ട ഈസ്റ്റ് പോത്ത് അവിടെ ആയിട്ടാണ്. ബാബു ഒടുവിൽ നമ്മൾ അമ്മച്ചിയുടെ മോര് കടയിൽ എത്തിയിട്ടുണ്ട്. വലിയ തിരക്കാണ്. ബാക്കി കാര്യങ്ങൾ അവിടെ എത്തിയിട്ട് നോക്കാം.
മോഹൻസ് മോരുകട എന്നാണ് പേര്. ആരാണ് ഈ മോഹൻ? എൻ്റെ ഹസ്ബൻഡാണ്. പുള്ളിയാണ് ഈ മോരിൻ്റെ ഇത് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് പുള്ളിയെ മരിച്ചപ്പോൾ ഞങ്ങൾ ആ പേരിട്ട്. ഞങ്ങൾ ഇവിടെ എത്ര തരമെന്ന് വെച്ചാൽ മോര് ഒരു തരേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ 16 കൂട്ടം സാധനം അതിൽ ചേർക്കുക. ആളുകൾ ഇഷ്ടത്തിന് എരിവ് കൂട്ടി, മീഡിയം, കുറച്ച്, ഉപ്പില്ലാത്തത്, ഉപ്പുള്ളത്, ഇങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഞങ്ങൾ സാധനം കൊടുക്കും. കൂടുതലും ഞങ്ങൾക്ക് കസ്റ്റമറാണ് വരുന്നത്. പിന്നെ അറിഞ്ഞ് കേട്ട് അമ്പലത്തിൽ തൊഴാൻ പറഞ്ഞവരും പുറത്തുള്ളവരും എല്ലാം പറഞ്ഞു. ഇത് 2 മക്കൾ അവരും കൂടെ ഉണ്ട്. 9 മണിക്ക് രാവിലെ തുടങ്ങും. കറക്റ്റ് 3:30-3:45 സാധനം തീർന്നിരിക്കും. ചൂടിന് കൂളായി കിട്ടുന്ന ഒരു മോര് സംഭാരം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമല്ലേ. നല്ല തലപ്പുണ്ട്, ആശ്വാസമുണ്ട്, കുഴപ്പമില്ല. ഇവിടെ ഉണ്ടെന്നറിയാം. ഇതിലെ വരികയാണെങ്കിൽ ഇവിടെ കയറും. ചേച്ചി 2 മോര്. പൊള്ളുന്ന വേനൽ ചൂടാണ് സംസ്ഥാനമൊട്ടാകെ അനുഭവപ്പെടുന്നത്. നിർജ്ജലീകരണം അടക്കം തടയാൻ മോര് ഏറ്റവും യോജ്യമായതാണ്. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളം വെന്തുരുകുകയാണ്. മനുഷ്യർക്ക് മാത്രമല്ല, നമ്മുടെ കരിവീരന്മാർക്കും ഈ ചൂട് അസഹനീയമാണ്. പക്ഷെ തളരാൻ ഈ ഗജവീരന്മാരെ നമ്മൾ വിട്ടുകൊടുക്കില്ല. കത്തുന്ന വെയിലിൽ നിന്ന് നമ്മുടെ നാട്ടാനകളെ സംരക്ഷിക്കുന്ന ആ കൂൾ വിശേഷങ്ങളിലേക്ക്. ദിവസവും 2 നേരമുള്ള കുളി വെറും കുളിയല്ല, ശരീരമാകെ തണുപ്പിക്കുന്ന ഷവർ ബാത്തുകൾ വഴി നല്ല വിശാലമായ അസ്സല് കുളി. ചൂട് കൂടിയതോടെ ആനകളുടെ പരിചരണത്തിനായി അതീവ ശ്രദ്ധയാണ് നൽകുന്നത്. ഭക്ഷണത്തിലുമുണ്ട് മാറ്റം. ദഹനം എളുപ്പമാക്കാനും ശരീരത്തിലെ ജലാംശം നിലനിർത്താനും പനമ്പട്ടയ്ക്കും പുല്ലിനുമൊപ്പം തണ്ണിമത്തനും വെള്ളരിക്കയുമടക്കം ഭക്ഷണം. ഒപ്പം ധാരാളം ശുദ്ധജലവും ഉറപ്പാക്കുന്നു. രണ്ടു നേരം ഷവറിൻ്റെ വൈകിട്ട് തണുപ്പിക്കും, രാവിലെ തേച്ച് കുളിപ്പിച്ച് രാവിലെ നല്ലവണ്ണമൊക്കെ തണുപ്പിച്ച് 10 റൗണ്ട് നടത്തും. രാവിലെ നടത്തിക്കും. തേച്ച് കുളിപ്പിച്ച് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം തണുപ്പിച്ചിട്ട് പ്രത്യേകമായിട്ട് തണ്ണിമത്തനുണ്ടായിരുന്നു. തണ്ണിമത്തൻ കൊടുക്കും. പിന്നെ വെള്ളരിക്ക, ക്യാരറ്റ്, ഇതൊക്കെ തണുപ്പിന് കൊടുക്കുക, ഉള്ളു തണുപ്പിന് വേണ്ടി. ഉത്സവ സീസണാണ്. പക്ഷേ പകൽ 11 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ആനകളെ വെയിലത്ത് നിർത്തുന്നത് കർശനമായി നിരോധിച്ചിട്ടുള്ളതിനാൽ നല്ല തണലുള്ള ഇടങ്ങളിൽ വിശ്രമമാണ് നാട്ടാനകൾക്കെല്ലാം. കഴിഞ്ഞ വർഷത്തെക്കാളും നല്ല ചൂടാണ് ഇപ്രാവശ്യം. നമ്മളിപ്പോൾ ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഷവർ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഇപ്പോൾ ആണെങ്കിൽ നമ്മൾ തറിയിൽ തന്നെ രാവിലെ ആനെ കഴുകുകയെല്ലാം ചെയ്യും. അത് കഴിഞ്ഞിട്ട് 11-12 മണിയാകുമ്പോൾ വെള്ളം കൊടുക്കും, തണുപ്പിക്കും. പിന്നെ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തെ അവിടെ കൊണ്ടുപോയിട്ട് ഷവറിൻ്റെ കീഴിൽ തണുപ്പിക്കും. ഒരു 3-4 പ്രാവശ്യം അടുപ്പിച്ച് വെള്ളം കൊടുക്കും. നമുക്ക് ചൂടെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഈ മരങ്ങളുള്ളതുകൊണ്ട് വലിയതായിട്ട് ചൂട് അനുഭവപ്പെടുന്നില്ല. നമ്മുടെ ആനകൾക്ക് എന്ന് പറഞ്ഞാൽ ചൂടിൽ വെളിയിലൊന്നും പോകുന്നില്ല. ഇവിടെ തന്നെ രാവിലെ നമ്മൾ സൂര്യ ഉദിക്കുന്നതിന് ഇവിടെ നടത്തും. രാവിലെ ഒരു 7-8 അടിച്ച് നടത്തുന്നത് ഒരു 10 റൗണ്ട് അടിച്ച് നടത്തിയിട്ട് നമ്മൾ നേരത്തെ പിടിച്ച് കെട്ടി ആനെ കഴുകി കുളിപ്പിച്ച് ചോറും കൊടുത്തിട്ട്. വെളിയിലുള്ള പ്രൈവറ്റ് ആനക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ആനകളെ കൊണ്ട് താങ്ങത്തില്ല. നടപ്പും വരുന്നതിനൊപ്പം എല്ലാം പാടാം. ചൂട് വിശ്രമമില്ലാത്തതില്ലേ. അതുകൊണ്ട് ഇപ്പം ഒത്തിരി നിയന്ത്രണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഗജവീരന്മാരുടെ ഈ സമ്മർ വെക്കേഷൻ കാണാൻ കോന്നി ആനക്കൂട്ടിൽ സന്ദർശകരുടെ തിരക്കാണ്. ആനച്ചന്തം കുറയാതെ ഈ വേനലിനെ എങ്ങനെ മറികടക്കാമെന്ന് കോന്നി ആനക്കൂട്ടിലെത്തിയാൽ മനസ്സിലാകും. ആനയെ സ്നേഹിക്കുന്ന മലയാളിക്ക് ഇത് വെറുമൊരു മൃഗമല്ല, അഭിമാനമാണ്. ആ അഭിമാനം കാക്കാൻ ഈ വേനലിൽ കരുതലിന്റെ കുട നിവർത്തുകയാണ് കേരളം. അമൃത ന്യൂസ്, പത്തനംതിട്ട. UEFA ചാമ്പ്യൻസ് ലീഗ് ആദ്യപാദ സെമിഫൈനലിൽ ബയൺ മ്യൂണിക്കിനെ തകർത്ത PSG. 4-നെതിരെ 5 ഗോളുകൾക്കായിരുന്നു PSG-യുടെ ജയം. ഇരട്ട ഗോളുകളുമായി തിളങ്ങിയ ഉസ്മാൻ ഡെംബലയും ഖവീജ ഖവരസ്ഖേലിയുമാണ് PSG-യുടെ വിജയശില്പികൾ. ഒരു ഘട്ടത്തിൽ കളി കൈവിട്ടു എന്ന് തോന്നിച്ച ബയൺ തിരിച്ചുവരവിന് ശ്രമിച്ചെങ്കിലും PSG പ്രതിരോധം ശക്തമായിരുന്നു. 2ാം സെമിയിൽ ആഴ്സണൽ നാളെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടും.
IPL പഞ്ചാബ് കിങ്സിനെ 6 വിക്കറ്റിന് തകർത്ത രാജസ്ഥാൻ റോയൽസ്. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് ഉയർത്തിയ 223 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം 4 പന്തുകളും 6 വിക്കറ്റും ബാക്കി നിൽക്കെ രാജസ്ഥാൻ മറികടന്നു. അർദ്ധ സെഞ്ചുറികൾ നേടിയ യശസ്വി ജയ്സ്വാളും ഡോണോവൻ ഫെരേറയും മികച്ച തുടക്കം നൽകിയ വൈഭവ് സൂര്യവംശിയുമാണ് രാജസ്ഥാന്റെ ജയം ആധികാരികമാക്കിയത്. പഞ്ചാബിന്റെ സീസണിലെ ആദ്യ തോൽവിയാണിത്. ജയത്തോടെ രാജസ്ഥാൻ 3-ാം സ്ഥാനത്തേക്കെത്തി. 13 പോയിന്റുള്ള പഞ്ചാബ് തന്നെയാണ് പോയിന്റ് പട്ടികയിൽ 1-ാമത്. ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.